ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കെല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മളുടെ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ കഴിയും. അതായത് നമ്മളുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ, എൻജിൻ ടൈപ്പ്, അങ്ങനത്തെ എല്ലാവിധ ഡീറ്റെയിൽസും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എടുക്കാൻ കഴിയും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡൗൺലോഡിങ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാം. ഇതെല്ലാവർക്കും നല്ല ഉപകാരമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് അറിയാത്ത കുറേ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് മറന്നുപോയാൽ നമുക്ക് വണ്ടിയുടെ കുറേ ഡീറ്റെയിൽസ് നമുക്കിത് സെർച്ച് ചെയ്താൽ നമുക്ക് എടുക്കാൻ കഴിയും. അത് നമ്മളുടെ ജസ്റ്റ് നമ്പർ പ്ലേറ്റ് നമുക്ക് തന്നെ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ കൊടുത്താൽ മതി. വേറെ ഡീറ്റെയിൽസും കൊടുക്കേണ്ട, നമ്പർ പ്ലേറ്റ് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡൗൺലോഡിങ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ വീഡിയോ തുടങ്ങി നമുക്ക് പറയാനുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. വീഡിയോ ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞത് എങ്ങനെ നമുക്ക് നമ്മളുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എടുക്കാമെന്നാണ്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡിങ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ഇൻ്റർഫേസ് ആകും വരിക. അവിടെ കുറേ ആഡ്സൊക്കെ നമുക്ക് കാണാം. അതിൽ ഇവിടെ ഇവിടെ 3 ഡോട്ട്സ് അടിച്ച് നമുക്ക് ഇതിൻ്റെ പ്രൈവസി ഫീഡ്ബാക്കൊക്കെ ചെയ്യുക, റേറ്റസ്, അതുപോലെ ആപ്ലിക്കേഷൻ റേറ്റസ് ചെയ്യാനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യാനും അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കാണാം. ഇതിൽ ഇനി എങ്ങനെ നമ്മളുടെ വണ്ടി ഇൻഫോർമേഷൻ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇവിടെ സെർച്ച് വെഹിക്കിൾ ഇൻഫോർമേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഫുൾ ആഡ്സ് ആയിരിക്കും. അതൊന്ന് ജസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്ത് കളയുക. അതിനുശേഷം ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നമുക്കൊരു ഓർഡർ തന്നിക്കണാക്കാം, AP01 BB0, അതൊരു ഓർഡർ തന്നിക്കണം. അതേപോലെ ആവണം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇട്ടെടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഈ സെർച്ച് എന്നുള്ള ബട്ടൺ കൊടുക്കുക. പ്ലീസ് വെയിറ്റ് എന്നൊരു ഓപ്ഷൻ വരും. അങ്ങനെ നമുക്ക് വണ്ടിയുടെ ഇതുപോലെ ഫേസിലേക്ക് വന്ന് നമുക്ക് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കും. ഇവിടെ നമുക്ക് ഓണർ നെയിം, അതേപോലെ തന്നെ മേക്കർ, മോഡൽ, അതേപോലെ തന്നെ സ്റ്റേറ്റ്, രജിസ്ട്രേഷൻ ഡേറ്റ്, ഫ്യൂവൽ ടൈപ്പ്, വെഹിക്കിൾ ക്ലാസ്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ അതോറിറ്റി, എൻജിൻ നമ്പർ, ചേസിസ് നമ്പർ ഒക്കെ കാണാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് സെർച്ച് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അത് വായിച്ചൊക്കെ അറിയാം. ന്യൂലി രജിസ്റ്റേർഡ് ട്രാൻസ്ഫേർഡ് വെഹിക്കിൾ ഡീറ്റെയിൽസ് മേ നോട്ട് ബി അപ്ഡേറ്റഡ്, പ്ലീസ് ട്രൈ ആഫ്റ്റർ ന്യൂ ഡേയ്സ് ഫോർ ചെക്ക് വിത്ത് നിയറസ്റ്റ് RTO എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ പ്ലീസ് ആഫ്റ്റർ കുറച്ച് കഴിഞ്ഞ് സെർച്ച് ചെയ്ത ശേഷം അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത ശേഷം നമുക്ക് വന്നിട്ട് നമ്പർ പ്ലേറ്റ് ഇതിൽ കാണില്ല, നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇതിൽ റിപ്പോർട്ട് ചെയ്യാം. നമുക്ക് നമ്പർ പ്ലേറ്റ് കാണില്ല എന്നിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമുക്കിതിൽ പൈസ കാര്യം നമുക്ക് കിട്ടുക. എല്ലാ ഡീറ്റെയിൽസും നമുക്കിതിൽ കാണാം. നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ ഡേറ്റ്, ഫ്യൂവൽ ടൈപ്പ് ഒക്കെ കാണാം നമുക്ക്. അപ്പോൾ ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ് എനിക്ക് തോന്നുന്നത്. ഫുൾ ആഡ്സ് ആകാരം, ഫുൾ ആഡ്സ് ആകാരം. ചെറിയൊരു കോളത്തിൽ മാത്രമേ ഉള്ളൂ ഇതിന് ഓപ്ഷന്, ബാക്കിയൊക്കെ ആഡ്സ് ആയിരിക്കും. പിന്നെ വേറെ എന്ന് പറയുന്നത് ഫാൻസി നമ്പർ ജനറേറ്ററാണ്. അതായത് ഫാൻസി നമ്പർ നമുക്ക് ധാരാളം ഫാൻസി നമ്പറൊക്കെ കാണാം. ആ ഫാൻസി നമ്പർ നമുക്ക് ഇതിൽ ജനറേറ്റ് ചെയ്ത് കിട്ടാം. അപ്പോൾ അങ്ങനത്തെ 2 ഓപ്ഷൻസാണ് ഇത് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഡൗൺലോഡിങ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത്ര ഉള്ളൊക്കെ എൻ്റെ വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. വീഡിയോ ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ നല്ല വീഡിയോയിൽ അടുത്ത പ്രാവശ്യം കാണാം. ഗുഡ് ബൈ.